സൂര്യ ലജീഷ്. വെൽക്കം ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രഗ്നൻസി ടൈമിൽ വരുന്ന ചിക്കൻ ബോക്സിനെ പറ്റിയിട്ടാണ്. അതായത് പ്രഗ്നൻസി ടൈമിൽ ചിക്കൻ ബോക്സ് വരുന്നത് സേഫ് ആണോ എന്നും എങ്ങനെ നമുക്ക് പ്രഗ്നൻസി ടൈമിലുള്ള ചിക്കൻ ബോക്സിനെ ട്രീറ്റ് ചെയ്യാമെന്നുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ, തൊട്ട് താഴെ ബെല്ലൈക്കൺ ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. ഈ ഒരു ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്. എന്നാൽ ഇത് വളരെ ആപത്തായിട്ടുള്ള ഒരു അസുഖമാണ് എന്ന് പറയാനും പറ്റില്ല. എന്നാൽ പ്രഗ്നൻസി ടൈമിൽ ഈ ഒരു ചിക്കൻ ബോക്സ് വരുന്നത് ഇത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ പ്രഗ്നൻസിയുടെ ആദ്യത്തെ സമയത്തോ അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ അവസാനത്തെ സമയത്തോ, കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 13ാമത്തെ ആഴ്ച മുതൽ 20ാമത്തെ ആഴ്ച വരെ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ചിക്കൻ ബോക്സ് വരുന്നത് ഇത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഡെലിവറിക്ക് തൊട്ട് മുന്നിലുള്ള ഡെലിവറി ആവുന്നതിന് തൊട്ട് മുന്നിലുള്ള ദിവസങ്ങളും ഈ ഒരു ചിക്കൻ ബോക്സ് വരുന്നതും ഇത്തിരി റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പ്രഗ്നൻസിയുടെ 13ാമത്തെ ആഴ്ച മുതൽ 20ാമത്തെ ആഴ്ചയ്ക്കിടയ്ക്ക് ഈ ഒരു സമയത്താണ് നമുക്ക് ചിക്കൻ ബോക്സ് വരുന്നതെങ്കിൽ അത് നമ്മളുടെ കുഞ്ഞിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് കുഞ്ഞിന്റെ സ്കിന്ന് ഡെവലപ്പ് ചെയ്ത് വരികയല്ലേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് സ്കിന്നിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരിക, ജനിച്ചു കഴിയുമ്പോൾ കുഞ്ഞിന്റെ സ്കിന്നിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരിക, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഫിസിക്കൽ അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റുകളെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങ് അറ്റും പോയ അബോർഷൻ ഉണ്ടാവാനും ഇത് സാധ്യതയുണ്ടെന്നാണ് പറയുക. 20ാമത്തെ ആഴ്ചയ്ക്ക് മുന്നേ ആണ് നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായതെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുക. അങ്ങനെ സ്കാനിങ് ചെയ്യുന്നതിലൂടെ കുഞ്ഞിന്റെ ഡെവലപ്മെന്റിന് എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടാവുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനും അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. 20 വീക്സ് കഴിഞ്ഞിട്ടും അതുപോലെ നമ്മുടെ ഡെലിവറിക്ക് ഒരാഴ്ച മുന്നേയാണ് നമുക്ക് ചിക്കൻ ബോക്സ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്കധികം പേടിക്കേണ്ടതില്ല. നമ്മളുടെ കുഞ്ഞ് സേഫ് ആയിരിക്കും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ ചിക്കൻ ബോക്സിന്റെ. അതായത് അങ്ങനെ ചിക്കൻ ബോക്സിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മളുടെ കുഞ്ഞിനെ അതൊരു തരത്തിലും ബാധിക്കില്ല. എന്നാൽ നമ്മളുടെ ഡെലിവറി ഡേറ്റ് അടുക്കുമ്പോൾ നമുക്ക് ചിക്കൻ ബോക്സ് ഉണ്ടായാൽ നമ്മുടെ കുഞ്ഞിനെ ഡെലിവറി കഴിയുമ്പോൾ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ ഡെലിവറി ഡേറ്റ് അടുക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 5 ദിവസം എന്നാണ് പറയാറ്, എന്നാലും ഒരാഴ്ച മുന്നേ നമുക്ക് ചിക്കൻ ബോക്സ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മളുടെ കുഞ്ഞ് സേഫ് ആയിരിക്കും. അതായത് നമ്മളുടെ ശരീരത്തിൽ ഈ ചിക്കൻ ബോക്സിനെതിരായ ആന്റിബയോട്ടിക്സ് ഉണ്ടാവാൻ തുടങ്ങും. അതായത് ചിക്കൻ ബോക്സ് വന്ന് 5 ദിവസം കഴിയുമ്പോൾ മുതലാണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ആന്റിബയോട്ടിക്സ് ഉണ്ടാകുക. ആ ഒരു ആന്റിബയോട്ടിക്സ് പ്ലാസന്റ വഴി കുഞ്ഞിന് കിട്ടും. അതിലൂടെ കുഞ്ഞ് എന്ത് ചെയ്യും, കുഞ്ഞിന് ചിക്കൻ ബോക്സിനെ പ്രതിരോധിക്കാനുള്ള ആ ഒരു കഴിവ് കുഞ്ഞിന് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം കുഞ്ഞിന് സ്വയം അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ കുഞ്ഞിന് വേണ്ട ആ ഒരു ആന്റിബയോട്ടിക്സ് നമ്മുടെ പ്ലാസന്റ വഴി കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരിക്കും. ഡെലിവറിക്ക് മുന്നേ 2-3 ദിവസത്തിന് മുന്നേ നമുക്ക് ചിക്കൻ ബോക്സ് വന്നു പോയാൽ ആ ചിക്കൻ ബോക്സിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡീസ് നമ്മുടെ കുഞ്ഞിന് കിട്ടില്ല. 5 ദിവസം ആവണം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാവാനായിട്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചിക്കൻ ബോക്സ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിന് ചിക്കൻ ബോക്സ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഡെലിവറിക്ക് 5 ദിവസം മുന്നേ നമുക്ക് ചിക്കൻ ബോക്സ് വന്നില്ല, അതിന് 2-3 ദിവസത്തെ ഇടവേള മാത്രമേ ഡെലിവറിക്ക് മുന്നേ ഇതിനുണ്ടായിരുന്നുള്ളൂ എങ്കിൽ കുഞ്ഞിന് ചിക്കൻ ബോക്സ് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ന്യൂ ബോൺ ബേബിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നത് ജനിച്ചതേ ഉള്ളൂ. അപ്പോൾ അതിന് ചിക്കൻ ബോക്സ് താങ്ങാനും മാത്രമുള്ള ഒരു പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് നമ്മളുടെ കുഞ്ഞിന് ഉണ്ടായിരിക്കില്ല. അപ്പോൾ കുഞ്ഞിന് നമ്മൾ അത്ര കണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ചിക്കൻ ബോക്സ് എങ്ങാനും നമ്മളുടെ കുഞ്ഞിന് അങ്ങനെ വന്നു പോയാൽ നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞിനെ അത് മാറുന്നവരെ ഹോസ്പിറ്റലിൽ തന്നെ കിടത്തുക. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്യാൻ നിൽക്കരുത്. നോർമലി നമ്മളിപ്പോൾ ചിക്കൻ ബോക്സ് ഉള്ള ഒരാളെ കണ്ടു എന്ന് കരുതി നമുക്ക് അപ്പം തന്നെ ചിക്കൻ ബോക്സ് വരണം എന്നില്ല. അതുപോലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലൊരാൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് എന്ന് കരുതി ഉടനെ തന്നെ നമുക്ക് ചിക്കൻ ബോക്സ് വരണമെന്നുമില്ല. എന്നാൽ ചിക്കൻ ബോക്സ് നോർമലി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയാ നമുക്ക് ചിക്കൻ ബോക്സ് ഉണ്ടാകുന്ന ആ ഒരു കുരു ഇല്ലേ, ആ ഒരു കുരുവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ളം നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ശരീരവുമായിട്ട് ഒരു കോണ്ടാക്ട് വരികയാണ് എങ്കിലാണ് നമുക്ക് ചിക്കൻ ബോക്സ് വരിക എന്നാണ് പറയാറ്. നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ചിക്കൻ ബോക്സ് വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ ഉപയോഗിക്കുന്ന ടവലോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് വരക്കാം. 10 മുതൽ 21 ദിവസം കഴിഞ്ഞിട്ടേ ഈ ചിക്കൻ ബോക്സിന്റെ ആ ഒരു വൈറസ് നമ്മളുടെ ശരീരത്തിനുള്ളിൽ കയറിയിട്ട് 10 മുതൽ 21 ദിവസം കഴിയണം നമുക്ക് ആ ഒരു ചിക്കൻ ബോക്സിന്റെ ആ ഒരു കുരു പോലെ വരില്ലേ, പിമ്പിൾസ് പോലെ വരില്ലേ, അത് പുറത്തേക്ക് വരണമെങ്കിൽ. എങ്ങനെ പോയാലും ഒരു 14 ദിവസമെങ്കിലും, അതായത് 2 ആഴ്ചയെങ്കിലും എടുക്കും നമുക്ക് നമ്മളുടെ ശരീരത്തിൽ ചിക്കൻ ബോക്സ് കയറി പിടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ. നോർമലി പറയുകയാണെങ്കിൽ
പ്രഗ്നന്റ് ആയ ലേഡീസിന് സാധാരണ നമ്മുടെ ചെസ്റ്റിൽ അല്ലെങ്കിൽ ഫേസിൽ അല്ലെങ്കിൽ വയറിലൊക്കെ ആയിരിക്കും ആദ്യമായിട്ട് ഈ ഒരു ചിക്കൻ ബോക്സിന്റെ ആ ഒരു പിമ്പിൾ വരിക. അപ്പം നിങ്ങൾ ചിക്കൻ ബോക്സ് ഉള്ള ഒരാൾ നമ്മളുടെ അടുത്തുണ്ട്, അങ്ങനെ നിങ്ങൾക്കൊരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആ ഒരു ചിക്കൻ ബോക്സ് ഉള്ള ആളുമായിട്ട് എങ്ങനെയെങ്കിലും ഒരു നേരിട്ടൊരു ഇതിലൂടെയോ നമുക്കൊരു കോണ്ടാക്ട് വേണ്ടി വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. 21 ദിവസം എടുക്കും ചിലർക്കൊക്കെ ഈ ഒരു സംഭവം ശരീരത്തിൽ കയറി പിടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മളുടെ ഹെൽത്തിനെ പറ്റിയിട്ട് അത്രയും തന്നെ എന്താ പറയുക, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ ചിക്കൻ ബോക്സ് ആണ് നമുക്കെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്ര കണ്ട് പ്രശ്നം വന്നിട്ടില്ല. നിങ്ങൾക്കറിയാം ഒരു ചിക്കൻ ബോക്സ് വന്ന ഒരാൾക്ക് എങ്ങനെയായിരിക്കും, ഫേസിലും ഒക്കെ കുരു പോലെ ഉണ്ടാവില്ലേ, ദേഹം ഫുൾ ഉണ്ടാവും. അതൊക്കെയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ്. നോർമലി എല്ലാവരും പറയും ചിക്കൻ ബോക്സ് വന്നാൽ മരുന്നൊന്നും കഴിക്കണ്ട, തന്നെ മാറിക്കോളും എന്ന് പറയും. എന്നാൽ നിങ്ങൾ അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. നമുക്കൊരു നോർമലി നിങ്ങൾക്കിപ്പോൾ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്ന് 2-3 പിമ്പിൾസേ ഉള്ളൂ. അത് ചിക്കൻ ബോക്സ് ആണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ. നമുക്ക് ചിക്കൻ ബോക്സ് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നോർമൽ പിമ്പിൾ പോലെ ആയിരിക്കില്ല, നമുക്ക് ആ ഒരു ചിക്കൻ ബോക്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചിക്കൻ ബോക്സിന്റെ ഒരു ലക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുക. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയാൽ മതി. നമുക്കൊരു 4 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ഈ നമ്മുടെ ശരീരത്തിലുള്ള ചിക്കൻ ബോക്സിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനായിട്ട് പറ്റും. അതായത് നിങ്ങൾക്ക് ചിക്കൻ ബോക്സ് വന്നെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുക. ഡോക്ടർ 2 അല്ലെങ്കിൽ 3 ടാബ്ലറ്റ് തരും. ആ ഒരു ടാബ്ലറ്റ് നമുക്ക് ചിക്കൻ ബോക്സ് സ്റ്റാർട്ട് ആകുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ കഴിച്ചാൽ മതി. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ചിക്കൻ ബോക്സ് വേഗം തന്നെ മാറ്റാനായിട്ട് പറ്റും. അതായത് ശരീരം മുഴുവൻ ചിക്കൻ ബോക്സ് വ്യാപിച്ച് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കരുത്. ശരീരം മുഴുവൻ വ്യാപിച്ചതിന് ശേഷം മരുന്ന് കഴിക്കുന്നതും നമ്മളുടെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ അവിടെയോ ഒക്കെ 1-2 കുരുക്കളോ അല്ലെങ്കിൽ പോട്ടെ ഒരു 10 പിമ്പിളോളം നമ്മുടെ മുഖത്ത് പൊങ്ങി വന്നു, അതിനുശേഷം നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതും ദേഹം മുഴുവനായി കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റ് രണ്ടാണ്. ദേഹം മുഴുവനായി കഴിഞ്ഞാൽ അതുപോലെ അത് കുറയാനും താമസം എടുക്കും. എന്നാൽ ഇത്തിരി വന്നിട്ടാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് മാറും. ചിലർ പറയുന്നൊരു കാര്യമാണ് 1-2 എണ്ണയിലേ വന്നുള്ളൂ, ഇത് ശരീരം മുഴുവൻ വരണം. അങ്ങനെ മുഴുവൻ വന്നിട്ട് അത് പൊങ്ങി മാറിയാൽ മാത്രമേ ചിക്കൻ ബോക്സ് മാറൂന്ന്. എന്നാൽ അങ്ങനെയല്ല. ചിക്കൻ ബോക്സ് വരുന്ന ഒരാൾക്ക് ശരീരം മുഴുവൻ വരണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആദ്യം വളരെ കുറച്ച് പിമ്പിൾസ് പോലെ വന്നിട്ടുള്ളൂ, അത് ചെറുതായിട്ടേ പൊങ്ങിയിട്ടുള്ളെങ്കിൽ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകുക, ടാബ്ലറ്റ് വാങ്ങിക്കുക, കഴിക്കുക, വേഗം തന്നെ മാറും. എന്ന് കരുതി ഒരു 10-12 എണ്ണത്തിൽ നിൽക്കില്ല കേട്ടോ. നോർമലി ഒരാൾക്ക് ശരീരം മൊത്തം വരത്തില്ലേ, അടുപ്പിച്ച് ഒത്തിരി ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവാറ് ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നതിലൂടെ ഇത്തിരി കുറവൊക്കെ വരും. അതുപോലെ നമുക്ക് പെയിനൊക്കെ റിലീഫ് ആവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ പൊങ്ങിത്താണ് ഇത് അങ്ങോട്ട് മാറിക്കോളും. ഒരു 3-4 ദിവസത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറിക്കിട്ടും. പിന്നെ ഈ ചിക്കൻ ബോക്സ് വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഈ കുരു, ഈ ഒരു പിമ്പിൾ എന്ന് പറയുന്നത് പൊട്ടരുത്, പൊട്ടുവാണെങ്കിൽ എന്താ പറയുക നമ്മുടെ ദേഹം മുഴുവൻ ആകും എന്ന് പറയും. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കറിയാലോ ഒരു പിമ്പിൾ പൊട്ടി നമ്മുടെ മുഖത്തെ നോർമൽ പിമ്പിൾ തന്നെ പൊട്ടിക്കഴിഞ്ഞാൽ അതിവിടെയൊക്കെ ആവാറില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഈ സംഗതിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സപ്പോസ് പ്രഗ്നന്റ് ആയ ഒരാൾക്ക് ഇത് വന്നെങ്കിൽ നമ്മൾ നോർമലി പറയാറില്ലേ ഈ വേപ്പിലയിൽ കിടക്കാൻ പറയാറില്ലേ, നിങ്ങളും അത് തന്നെ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഹോസ്പിറ്റലിൽ പോകണം, ആ ടാബ്ലറ്റ് മസ്റ്റായിട്ട് വാങ്ങുക. ടാബ്ലറ്റ് വാങ്ങി അത് കഴിക്കുന്നതിൻ്റെ കൂടെ ആ വേപ്പിലയിൽ കിടക്കുക. ഏറ്റവും നല്ലത് വല്ല മുണ്ട് പോലെ എന്തെങ്കിലും എടുത്ത് ഉടുക്കുന്നതാണ് നല്ലത്. പണ്ട് പുരാതന കാലത്തൊക്കെ നമ്മളുടെ എന്താ പറയുക അമ്മൂമാരൊക്കെ ഉടുക്കുന്ന കണ്ടിട്ടില്ലേ, ഇത് ഇങ്ങനെ പുറകിൽ നിന്നെടുത്ത് മുണ്ട് ഉടുക്കൂലേ, ഫ്രണ്ടിൽ കൊണ്ട് ഉടുക്കൂലേ, പഴയ ഉണ്ണിയാർച്ചയുടെ സിനിമയിലൊക്കെ കാണാൻ പറ്റില്ലേ, അങ്ങനെയൊക്കെ ഉടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഈ കുത്തിക്കൊണ്ട് ഇത് കുരുക്കളൊന്നും പൊട്ടാതെ വളരെയധികം ശ്രദ്ധിക്കുക. ഏറ്റവും പോയാൽ നമുക്കിപ്പം കുറച്ച് പിമ്പിൾസ് പോലെ വന്നിട്ടുള്ളെങ്കിൽ അത് പൊട്ടാതിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പകുതി വ്യാപിക്കുന്നത് കുറഞ്ഞു കിട്ടും. പിന്നെ അവിടെ എവിടെയൊക്കെ പൊങ്ങി അതങ്ങ് മാറിക്കോളും. അപ്പം നിങ്ങളുടെ പേടിയും കാര്യങ്ങളൊക്കെ മാറിയെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ, അതിനിപ്പത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും അപ്പം തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും.